രാജ്യത്ത് എത്തുന്ന അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടികൾ ശക്തമാക്കി ബ്രിട്ടൻ. മുൻ കൺസർവേറ്റീവ് സർക്കാർ രൂപം കൊടുത്ത റുവാണ്ടൻ പദ്ധതി എടുത്തുകളഞ്ഞ സ്റ്റാർമർ ഇപ്പോൾ സമാനമായ രീതിയിൽ ബ്രിട്ടനിലെത്തുന്ന അഭയാർത്ഥികളെ ഒരു മൂന്നാം രാജ്യത്തേക്ക് അയക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. അനധികൃതമായി UK-യിലെത്തുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സ്റ്റാർമർ ഭരണകൂടത്തിന്റെ പുതിയ നീക്കം ആരംഭിക്കുന്നത്. കണക്കുകൾ പ്രകാരം ഈ വർഷം UK-യിൽ അനധികൃതമായി എത്തിയത് 12,000 കുടിയേറ്റക്കാരാണ്. ഈ പോക്കുപോയാൽ 2025 വർഷം അനധികൃത കുടിയേറ്റങ്ങളുടെ സർവകാല റെക്കോർഡും തകർക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ കരുതുന്നതും ഭയപ്പെടുന്നതും. ഒരു കാലത്ത് ബ്രിട്ടനിലെ കുടിയേറ്റക്കാർക്കായി ശബ്ദമുയർത്തിയ സർ കീർ സ്റ്റാർമറും പാർട്ടിയുമാണ് ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബ്രിട്ടനിലെ അനധികൃത കുടിയേറ്റക്കാരെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് നാടുകടത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. കുടിയേറ്റക്കാരെ ആഫ്രിക്കയിലെ റുവാണ്ടയിലേക്ക് നാടുകടത്തുന്ന മുൻ സർക്കാരിന്റെ നയങ്ങൾ ഇപ്പോൾ സ്റ്റാർമർ തുടരുന്നില്ല. പകരം മറ്റു പല രാജ്യങ്ങളും സർക്കാർ പരിഗണനയിലുണ്ട്. കുടിയേറ്റക്കാരായി രാജ്യത്തെത്തുന്നവരുടെ അപേക്ഷകളിൽ തീർപ്പുണ്ടാക്കുന്നതുവരെ ഒരു മൂന്നാം രാജ്യത്തിൽ താമസിപ്പിക്കുന്നതിനാണ് ഇപ്പോഴത്തെ നീക്കം. അതിനായി ചില രാജ്യങ്ങളുമായി ചർച്ചകൾ തുടങ്ങിയതായും സ്റ്റാർമർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇക്കാര്യം ആദ്യം ചർച്ച ചെയ്ത അൽബേനിയ ഇത്തരമൊരു പദ്ധതിയിൽ പങ്കാളിയാകാൻ വിസമ്മതിച്ചു. നേരത്തെ വിദേശ കേരർമാർ UK-യിലേക്ക് എത്തുന്നത് നിരോധിച്ചുകൊണ്ടും UK-യിൽ സ്ഥിരമായി താമസിക്കുന്നതിനുള്ള PR ലഭിക്കാൻ 5 വർഷം ഇവിടെ താമസിക്കണമെന്നത് 10 വർഷമാക്കിയും സ്റ്റാർമർ നിലപാടുകൾ കടുപ്പിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.